കേരള സംസ്ഥാന ചെറുകിട വ്യവസായ ഫെഡറേഷന് വേണ്ടി ജനറൽ സെക്രട്ടറി KJ സ്കറിയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലെ ചെറുകിട വ്യവസായികൾക്ക് വേണ്ടി പുറപ്പെടുവിക്കുന്ന പ്രസ്താവന. പ്രിയ വ്യവസായ സുഹൃത്തെ, ചെറുകിട വ്യവസായ മേഖലയിൽ കൂടുതൽ ഉണർവുണ്ടാക്കി പുതുതായി ധാരാളം വ്യവസായികളെ ആകർഷിച്ച് ഈ മേഖല സമുദ്ധരിച്ചാൽ മാത്രമേ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരവും സർക്കാരിന് റവന്യൂവും കിട്ടുകയുള്ളൂ. ഇത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ വ്യവസായ വളർച്ച നേടുന്നതിന് ലക്ഷ്യമാക്കി കേരള സർക്കാരും ജിം, B2B, ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, യെസ് തുടങ്ങിയ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ചെറുകിട വ്യവസായം നടത്തുന്നവർ എത്തിപ്പെട്ടിരിക്കുന്ന ഊരാക്കുടുക്ക് മനസ്സിലാക്കുന്ന ഒരാളും നിലവിലുള്ള വ്യവസ്ഥകളും നിയമങ്ങളും അനുസരിച്ച് കേരളത്തിൽ വ്യവസായം തുടങ്ങുവാൻ തയ്യാറാവുകയില്ല. ഇത്തരത്തിലുള്ള 3 വ്യവസ്ഥിതികളുടെ വിശദാംശങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ 2ാം ഭേദഗതി. 1994 രൂപം കൊടുത്ത ആക്ട് നമ്പർ 13/94 എന്ന ഒറിജിനൽ ആക്ട് അനുസരിച്ച് കേരളത്തിലെ മുഴുവൻ വ്യവസായ പ്രദേശങ്ങളും മിനി എസ്റ്റേറ്റുകൾ തുടങ്ങി ഗ്രോത്ത് സെൻറ്റർ വരെയുള്ള വ്യവസായ പ്രദേശങ്ങൾ പഞ്ചായത്തിൻ്റെ അധികാര പരിധിക്ക് വെളിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മേൽപ്പടി എസ്റ്റേറ്റുകളിലെ വ്യവസായികളാരും ലൈസൻസ് ഫീസ്, കെട്ടിട നികുതി, തൊഴിൽക്കരം തുടങ്ങിയവ കൊടുക്കുന്നതിന് ബാധ്യസ്ഥരായിരുന്നുമില്ല. എന്നാൽ മേൽപ്പടി ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം ചിലയിടങ്ങളിൽ ചിലരൊക്കെ മേൽപ്പടി നികുതികൾ കൊടുത്തിരുന്നു. സംഘടനാബോധം ശക്തിപ്പെടുകയും ഇക്കാര്യങ്ങളിൽ അറിവ് നേടുകയും പരിമിതമായ നമ്മുടെ അവകാശങ്ങളെ തിരിച്ചറിയുകയും ചെയ്തു തുടങ്ങിയപ്പോൾ മേൽപ്പടി നികുതി കൊടുത്തു വന്നിരുന്ന പലരും അത് നിർത്തുകയും മേൽപ്പടി പിരിവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇത്തരുണത്തിലാണ് പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ റൂൾസ് 2010 ജൂൺ 14 വെച്ച് ഭേദഗതി ചെയ്യുന്നത്. എല്ലാ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലെയും വ്യവസായികളിൽ നിന്നും ലൈസൻസ് ഫീസ്, കെട്ടിട നികുതി, തൊഴിൽക്കരം തുടങ്ങിയവ പിരിക്കാമെന്ന് മേൽപ്പടി റൂൾസിൻ്റെ ഭേദഗതിയിൽ വ്യവസ്ഥ ചെയ്യുകയും അനവധി എസ്റ്റേറ്റുകളിലെ നിരവധി വ്യവസായികളിൽ നിന്നും മേൽപ്പടി ഫീസുകൾ ഈടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒറിജിനൽ ആക്ട് തന്നിരുന്ന ആനുകൂല്യം ഇല്ലാതാക്കുന്നതിന് റൂൾസ് ഭേദഗതി ചെയ്താൽ മാത്രം മതിയാവില്ലെന്ന് 4 വർഷം കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബിൽ നമ്പർ 221, അതിൻ്റെ കാലാവധിക്ക് ശേഷം ബിൽ നമ്പർ 257 തുടങ്ങിയ ബില്ലുകൾ നിയമസഭയിൽ പാസാക്കിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായത്. അതാത് സമയത്ത് മേൽപ്പടി ബില്ലുകളെ എതിർത്ത് KSSI ഫെഡറേഷൻ സർക്കാരിലേക്കും ഭരണ പ്രതിപക്ഷ MLA-മാർക്കും നിവേദനങ്ങൾ നൽകിയതിൻ്റെ ഫലമായി 3 നിയമസഭാ സമ്മേളനങ്ങളിൽ മേൽപ്പടി ബില്ലുകൾ അവതരിപ്പിക്കുക പോലും ചെയ്യാതെ മാറ്റിവെക്കുകയും വളരെ രഹസ്യവും ചൗടലവുമായ നീക്കത്തിലൂടെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ 291 നമ്പർ ബില്ലായി പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ 2ാം ഭേദഗതി നിയമസഭ പാസ്സാക്കുകയും ഏതാണ്ട് 1.5 മാസം വരെ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഗവർണർ ഒപ്പുവയ്ക്കാതെ പലതലത്തിലും ചർച്ചകൾ നടത്തിയെങ്കിലും സാങ്കേതികമായി ഒപ്പുവയ്ക്കുവാൻ നിർബന്ധിതമായി. മേൽ വിവരിച്ച ബില്ലുകളുടെ ഉദ്ദേശ ലക്ഷ്യമായി പറഞ്ഞിരുന്നത് വ്യവസായ എസ്റ്റേറ്റുകളിലെ വ്യവസായങ്ങളെക്കുറിച്ച് പൊതുജന പരാതികൾ ഉണ്ടായാൽ അതിലിടപെടുന്നതിന് എന്നാണ്. എന്നാൽ ബില്ല് ആക്റ്റായി മാറിയപ്പോൾ റവന്യൂ പിരിച്ചെടുക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് വന്നിരിക്കുന്നു. നമ്മുടെ ബഹുമാന്യരായ പല MLA-മാരും ഈ ബില്ലിനെതിരെ നിന്നിരുന്നെങ്കിലും അവരെയൊക്കെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിച്ചും കബളിപ്പിച്ചുമാണ് ഈ ആക്ടിൻ്റെ 2ാം ഭേദഗതി പാസ്സാക്കിയിരിക്കുന്നത്. നിയമവശങ്ങൾ. ഒറിജിനൽ ആക്ടിലെ വ്യവസായ പ്രദേശങ്ങൾ എന്ന വാക്കിന് പകരം ഭരണഘടനയുടെ 243Q1 പറയുന്ന
വ്യവസായ ടൗൺഷിപ്പ് എന്ന ഭേദഗതിയാണ് 221, 257, 291 എന്നീ ബില്ലുകളിൽ രേഖപ്പെടുത്തിയിരുന്നത്. 243Q1 വിവരിക്കുന്നതനുസരിച്ച് കേരളത്തിലെ മിനി എസ്റ്റേറ്റുകളടക്കമുള്ള സകല എസ്റ്റേറ്റുകളും വ്യവസായ ടൗൺഷിപ്പുകൾ തന്നെയാണ്. അതിനാൽ തന്നെ അവയെല്ലാം പഞ്ചായത്തിൻ്റെ അധികാര പരിധിക്ക് വെളിയിലുമായിരുന്നു. എന്നാൽ ചില കേന്ദ്രങ്ങളുടെ അപക്വമായ ഇടപെടൽ മൂലം ഔദ്യോഗിക ഭേദഗതി ബില്ലിൽ കൊണ്ടുവരികയും 1999 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗര പ്രദേശ വികസനവും ആക്ട് 5/2000 എന്ന ആക്ട് പ്രകാരം വ്യവസായ പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശങ്ങളുടെയും എന്ന കൂട്ടിച്ചേർക്കൽ ബില്ലിൽ വരികയും മേൽപ്പടി പ്രദേശങ്ങൾ പഞ്ചായത്തിൻ്റെ അധികാരപരിധിക്ക് വെളിയിലാവുകയും ചെയ്തു. അതായത് 243Q1 പരാമർശിക്കുന്ന ടൗൺഷിപ്പ് എന്നതിൽ പെട്ടിരുന്നതും പ്രഖ്യാപിക്കപ്പെടാത്തതുമായ പല എസ്റ്റേറ്റുകളിലും പഞ്ചായത്തിന് അധികാരപരിധിയുണ്ട് എന്ന വിപരീത അർത്ഥമായി മാറി. അതോടൊപ്പം ഭേദഗതിയിലെ 1-ാം വകുപ്പിലെ 2-ാം ഉപവകുപ്പിലെ B പ്രകാരം മേൽപ്പടി അധികാരപരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും പ്രധാന ആക്ടിലെ 19-ാം വകുപ്പിന് വ്യാപ്തി ഉണ്ടായിരിക്കുമെന്ന് കൂട്ടിച്ചേർത്തത് മൂലം 243Q1 പരാമർശിക്കുന്നതും കേരളത്തിൽ ഇല്ല എന്ന് പറയാവുന്നതുമായ ടൗൺഷിപ്പ് ഒഴികെയുള്ള എസ്റ്റേറ്റുകളിലെയും വ്യവസായികൾ പഞ്ചായത്തുകൾ ഇന്ന് ആവശ്യപ്പെടുന്നതും നാളെ ആവശ്യപ്പെടാനിടയുള്ളതുമായ മുഴുവൻ നികുതികളും കൊടുക്കുന്നതിന് ബാധ്യസ്ഥരായിരിക്കുന്നു. തന്നെയുമല്ല, 1. നിർദ്ദേശിത വ്യവസായ എസ്റ്റേറ്റുകൾ അധികാരപരിധിക്ക് വെളിയിലായതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയായ റോഡുകളുടെ നിർമ്മാണം, കുടിവെള്ള വിതരണം, സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ, കാണ നിർമ്മാണം, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ കാര്യങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുകയുമില്ല, യഥേഷ്ടം നികുതികൾ പിരിക്കുകയും ചെയ്യാം. 2. എസ്റ്റേറ്റുകൾക്ക് വെളിയിലുള്ള യൂണിറ്റുകൾ ഒരു സ്ക്വയർ മീറ്ററിന് 3 രൂപ നിരക്കിൽ കെട്ടിട നികുതി കൊടുത്തിരുന്നത് 40 മുതൽ 70 രൂപ വരെ അധികരിച്ച നികുതി കൊടുക്കേണ്ടി വന്നിരുന്നു. 15 രൂപ മുതൽ 25 രൂപ വരെയായി നികുതി കുറച്ചിട്ടുണ്ട് എന്ന് ആശ്വാസവാക്കുകൾ ചിലർ പറയുന്നുണ്ടെങ്കിലും അതിഭീമമായ ഈ വർധനവിന് അവർ ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. 3. 221, 257, 291 നമ്പർ ബില്ലുകളിൽ പറഞ്ഞിരുന്നതുപോലെ വ്യവസായ പ്രദേശങ്ങൾ എന്ന വാക്കിന് പകരം 243Q1 ടൗൺഷിപ്പ് എന്ന രീതിയിലാണ് ബില്ല് പാസ്സായിരുന്നതെങ്കിൽ ആദ്യം സൂചിപ്പിച്ചിരുന്നതുപോലെ എല്ലാ എസ്റ്റേറ്റുകളും 243Q1 ടൗൺഷിപ്പുകൾ തന്നെയാണെന്ന് നമുക്ക് സമർത്ഥിക്കാമായിരുന്നു. എന്നാൽ അവിചാരിതമായി ചിലർ നടത്തിയ അപക്വമായ ഇടപെടൽ മൂലം വ്യവസായ പ്രദേശങ്ങൾക്ക് വ്യാഖ്യാനം കൊടുത്ത് എല്ലാ പ്രഖ്യാപിത എസ്റ്റേറ്റുകളും സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരപരിധിക്ക് വെളിയിലാണെങ്കിലും അവിടെയൊക്കെ ഉള്ള യൂണിറ്റുകൾ സകലവിധ നികുതികളും കൊടുക്കുവാൻ ബാധ്യസ്ഥരായിരിക്കുന്നു. അതായത് 20 വർഷമായി ലഭിച്ചിരുന്ന പരിമിത ആനുകൂല്യം നിഷേധിക്കപ്പെടുകയും അതിഭീമമായ നികുതികൾ കൊടുക്കുന്നതിന് ബാധ്യതപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. തന്നെയുമല്ല, ഈ കൂട്ടിച്ചേർക്കലിൽ കെട്ടിട നികുതിയും തൊഴിൽക്കരവും കൊടുക്കേണ്ടതാണ് എന്നായിരുന്നു പരാമർശമെങ്കിൽ അതിന് വളരെ വ്യക്തതയുണ്ടായിരുന്നു. അതിനു പകരം 19-ാം അധ്യായത്തിന് വ്യാപ്തി ഉണ്ടായിരിക്കുമെന്ന് കൂട്ടിച്ചേർത്തത് വളരെ വലിയ ലക്ഷ്യത്തോടെയാണെന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് നേട്ടമുണ്ടാക്കിയെന്ന് വീമ്പിളക്കുന്നവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. 4. നികുതികൾ കൊടുത്താൽ മാത്രം പോരാ. 2010 ജൂൺ 14 മുതൽ മുൻകാല പ്രാബല്യത്തോടെയും പലിശ, പിഴപ്പലിശയുൾപ്പെടെ വരുന്ന വലിയൊരു ബാധ്യതയിലൂടെ ചെറുകിട വ്യവസായികളുടെ നിലനിൽപ്പ് പോലും ഈ ഭേദഗതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. B. DADP പ്ലോട്ടുകളുടെ പട്ടയം സംബന്ധിച്ച് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുടെ കീഴിലുള്ള ഡെവലപ്മെൻറ്റ് ഏരിയകളിലും ഡെവലപ്മെൻറ്റ് പ്ലോട്ടുകളിലും വ്യവസായത്തിന് ORS SP വ്യവസ്ഥകളിൽ, അതായത് ഔട്ട്റൈറ്റ് സ്കീം, ഹയർ പർച്ചേസ് വ്യവസ്ഥകളിൽ അലോട്ട്മെൻറ്റ് വാങ്ങിയവർ
വച്ചിരിക്കുന്ന എഗ്രിമെൻറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ട മുഴുവൻ സ്ഥലവിലയും അടച്ചു തീർത്താലുടൻ അബ്സല്യൂട്ട് ഓണർഷിപ്പ് തരുമെന്നാണ്. എന്നാൽ സ്ഥലവില മുഴുവൻ അടച്ചു തീർത്ത പല വ്യവസായികൾക്കും ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും പരിപൂർണ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന പട്ടയം കൊടുക്കുന്നതിന് സർക്കാർ തുനിയുന്നില്ല. ചിലയിടങ്ങളിൽ ചിലർക്കൊക്കെ പട്ടയം കൊടുത്തിട്ടുണ്ട്. അത് ലാൻഡ് അലോട്ട്മെൻറ്റ് റൂൾസിൻ്റെ അപ്പൻഡിക്സ് 1 അതിൻ്റെ 1ാമത്തെ നിബന്ധന ഇപ്രകാരമാണ്: ദ ലാൻഡ് ഈസ് ഹെറിറ്റബിൾ ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി അലീനേറ്റഡ് ഓർ എൻകംബേർഡ് വിത്തൗട്ട് പ്രയർ കൺസെൻറ്റ് ഇൻ റൈറ്റിംഗ് ഫ്രം ദ ഗവൺമെൻറ്. ഇത് കണ്ടീഷണൽ പട്ടയമാണ് എന്നതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയൽ ലാൻഡ് പ്രൈം സെക്യൂരിറ്റിയായി സ്വീകരിക്കുന്നതിനോ ഇതിൻ്റെ ഈടിൽ വായ്പ തരുന്നതിനോ ബാങ്കുകൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പട്ടയം വേണ്ട എന്ന് വ്യവസായികളും ചിന്തിച്ചു പോകുന്നു. ഇക്കാര്യത്തിലും അവക്കുമായി ഇടപെട്ട ചിലർ പട്ടയത്തിലെ വിവാദ വകുപ്പ് മാറ്റി പരിപൂർണ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന പട്ടയം എന്നതിന് പകരം ട്രൈപാർട്ടേറ്റ് എഗ്രിമെൻ്റ് തുടങ്ങിയ ചില അപ്രായോഗിക സമീപനങ്ങളിലേക്ക് സമ്മതിക്കുന്നതിൻ്റെ ഫലമായി വ്യവസായി വീണ്ടും ഊരാക്കുടുക്കിലായി. ഇതിനും പുറമെ അധികാരം തലയ്ക്ക് പിടിച്ച ചില ഉദ്യോഗസ്ഥ പ്രമാണികൾ ലാൻഡ് അലോട്ട്മെൻറ്റ് റൂൾസിന് നാണക്കേടുണ്ടാകുന്ന തരത്തിലുള്ള ചില നിബന്ധനകൾ ചേർത്തും ചിലയിടങ്ങളിൽ പട്ടയം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കേരളത്തിലെ വ്യവസായികളെ ഒന്നടങ്കം പറ്റിക്കുന്ന ചില ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങളുടെ ആസൂത്രിത നീക്കമാണ്. ഇത്തരം അപകട പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ സഹതാപം കാണിക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമായി അതിനെ നേരിട്ട് വ്യവസായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നില്ല എന്നത് തികച്ചും വേദനാജനകമാണ്. ലീസ് വ്യവസ്ഥയിൽ സ്ഥലം അലോട്ട് ചെയ്യുന്നതിലെ അപാകതകൾ. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ ഉയർന്ന സ്ഥലവിലയുള്ള കേരളത്തിൽ പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ നിർണായക ഭാഗം സ്ഥലവിലയായി മാറുന്നത് കൊണ്ടാണ് ORS SP വ്യവസ്ഥകൾക്ക് പകരം ലീസ് വ്യവസ്ഥ കേരളത്തിൽ അവതരിപ്പിച്ചത്. അതാതിടങ്ങളിലെ ഫെയർ വാല്യൂവിൻ്റെ 10% മാത്രമാണ് ലീസ് പ്രീമിയം എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു എങ്കിലും ഉദ്യോഗസ്ഥ ധാർഷ്ട്യം മൂലം മാർക്കറ്റ് വിലയുടെ ഇരട്ടിയിലധികമായി ലീസ് പ്രീമിയം മേടിക്കുകയാണ് 30 വർഷ കാലാവധിക്ക് പോലും. വ്യവസായ വളർച്ച ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ലീസ് പോളിസി ഇന്ന് വ്യവസായ തകർച്ചയുടെ ഏറ്റവും വലിയ കാരണമായിരിക്കുകയാണ്. അധികരിച്ച ജനസാന്ദ്രത മൂലം കേരളത്തിൽ വ്യവസായ എസ്റ്റേറ്റുകൾക്ക് വെളിയിൽ വ്യവസായം തുടങ്ങുക പ്രായോഗികമല്ലാത്തതുകൊണ്ടും നാമമാത്ര ലീസ് പ്രീമിയം എന്ന ആകർഷണം കണ്ടുകൊണ്ടും KSIDCയുടെയും കിൻഫ്രയുടെയും സിഡ്കോയുടെയും DICയുടെയും ഒക്കെ ഇൻഡസ്ട്രിയൽ പാർക്കുകളിൽ അലോട്ട്മെൻറ്റ് നേടിയ വ്യവസായികൾ ഇന്ന് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഒട്ടുമിക്ക യൂണിറ്റുകൾക്കും ആവശ്യമുള്ള എലിജിബിളായ ബാങ്ക് വായ്പ കിട്ടുന്നില്ല. എന്നാൽ നാമമാത്ര തുക സ്ഥലത്തിന് മുടക്കിയാൽ മതി എന്ന സ്ഥാനത്ത് മാർക്കറ്റ് വിലയുടെ പല മടങ്ങുകൾ ലീസ് പ്രീമിയമായി കൊടുക്കേണ്ടി വരുന്നു. ഇത് വ്യവസായ തളർച്ചയ്ക്കെന്നല്ല വ്യവസായ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. ORS SP വ്യവസ്ഥകളിൽ സ്ഥലം അനുവദിക്കുന്നതിന് അക്വിസിഷൻ കോസ്റ്റ്, ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, കോടതി മുഖേന സ്ഥലമുടമകൾക്ക് കൊടുത്തിട്ടുള്ള അവാർഡുകൾ എന്നീ തുകകളുടെ കൂടെ ഓരോ വർഷവും 6% പലിശയും കൂട്ടിക്കിട്ടുന്ന തുകയാണ് സ്ഥലവിലയെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള ലാൻഡ് അലോട്ട്മെൻറ്റ് റൂൾസ് നിലനിൽക്കുന്ന കേരളത്തിൽ അതിനേക്കാൾ തുച്ഛമായ തുകയായിരിക്കണം ലീസ് പ്രീമിയമായി ഈടാക്കേണ്ടത്. എന്നാൽ മേൽപ്പടി വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി അതിൻ്റെ 10 മടങ്ങ് വരുന്ന മാർക്കറ്റ് വിലയുടെ പല മടങ്ങ് ലീസ് പ്രീമിയമായി വാങ്ങുന്നതിനും ലീസ് കാലാവധി തന്നെ 30 വർഷമായി ചുരുക്കുന്നതിനും യാതൊരുവിധ ന്യായീകരണവുമില്ല എന്ന് മാത്രമല്ല അത് അധാർമികവുമാണ്. തന്നെയുമല്ല, ഈ ലീസ് പോളിസിക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയോ മന്ത്രിസഭയുടെ പോലുമോ അംഗീകാരമില്ല എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഈ ലീസ് പോളിസിയിലൂടെ ഇവിടെ വ്യവസായ തകർച്ച നടത്തിക്കൊള്ളാമെന്ന് അയൽ സംസ്ഥാനങ്ങൾക്ക് വാക്കുകൊടുത്ത് ആരെങ്കിലും അച്ചാരം വാങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ എങ്ങനെ തെറ്റു പറയും? നിയമ നടപടികൾ. നിവേദനങ്ങൾക്കോ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ യാതൊരു പ്രസക്തിയും ഇല്ലാതായിരിക്കുന്ന ഈ അവസരത്തിൽ
മേൽ പ്രസ്താവിച്ച 3 കാര്യങ്ങൾക്കും അവസാന ആശ്രയമായി നീതിന്യായ പീഠത്തെ ആശ്രയിക്കുക മാത്രമാണ് ഇനിയുള്ള പോംവഴി. സമർത്ഥരും പ്രഗത്ഭരും സീനിയോറിറ്റി ഉള്ളവരുമായ ഒരു പറ്റം അഭിഭാഷകർ തന്നിരിക്കുന്ന നിയമോപദേശങ്ങളിൽ മിക്കതും ഇക്കാര്യത്തിൽ നമ്മുടെ അവകാശങ്ങളായാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വ്യവസായത്തിൻ്റെയും അതിനെ ആശ്രയിക്കുന്ന തൊഴിലാളികളുടെയും നിലനിൽപ്പിനായി നമുക്കൊരുമിച്ച് നീതിന്യായ പീഠത്തെ സമീപിക്കാം. നീതിക്ക് വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം. അഭിവാദനങ്ങളോടെ കേരള സംസ്ഥാന ചെറുകിട വ്യവസായ ഫെഡറേഷന് വേണ്ടി KJ സ്കറിയ, ജനറൽ സെക്രട്ടറി.